കണ്ണൂരിൽ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ SDPI പ്രവർത്തകർ അറസ്റ്റിൽ. പറമ്പായി സ്വദേശികളായ മുബഷീർ, ഫൈസൽ, റഫ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കായലോട് പറമ്പായിലെ റസീന എന്ന 40-കാരിയുടെ ആത്മഹത്യയിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി മിഥുനുണ്ട്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? കായലോട് പറമ്പായിലാണ് ഈ ആൾക്കൂട്ട വിചാരണ നടത്തിയതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. കായലോട് പറമ്പായിലെ റസീനയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 SDPI പ്രവർത്തകരെയാണ് പിണറായി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പറമ്പായി സ്വദേശികളായ മുബഷീർ, ഫൈസൽ, റഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഈ കായലോട് പള്ളിക്ക് സമീപം ഒരു സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു റസീന. ഈ സമയം സംഘടിച്ചിട്ട് ഈ SDPI സംഘം ഈ യുവതിയെയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളെയും ചോദ്യം ചെയ്തു. തുടർന്ന് ഈ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഏതാണ്ട് മണിക്കൂറുകളോളം കെട്ടിയിട്ട് വിചാരണ ചെയ്തു എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഇതിനിടെ ഈ പെൺകുട്ടിയെ ഈ യുവതിയെ വീട്ടിലേക്ക് തിരിച്ചും അയച്ചിരുന്നു. ഈ കെട്ടിയിട്ട യുവാവിനെ ഏതാണ്ട് ബന്ധുക്കളെ വിളിച്ചു വരുത്തിയ ശേഷമാണ് മടക്കി അയച്ചത്. ഈ യുവാവിൽ നിന്ന് ഇവർ പിടിച്ചെടുത്ത മൊബൈലും മറ്റും പോലീസ് പിടികൂടിയ ശേഷമാണ് ഇവർ തിരിച്ചു കൊടുക്കാൻ പോലും തയ്യാറായത്. ഇതിനിടെ തനിക്ക് നേരിട്ട അപമാനത്തിലാണ് ഇത്തരത്തിൽ റസീന ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കടുത്ത മാനസിക ആഘാതം നേരിട്ടതിന്റെ ഫലമായിട്ടായിരിക്കാം യുവതി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. മിഥുൻ, ഇത് സംബന്ധിച്ച് ഈ യുവതിയുടെ കുടുംബത്തിന്റെ എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമാണോ? ഇപ്പം നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ യുവതി വീട്ടിലേക്ക് വരികയും പിറ്റേന്ന് രാവിലെ യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ഇവിടെ നിന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഈ യുവതിയുടെ മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു എന്നാണ് കുടുംബം പറയുന്നത്. ആത്മഹത്യാ കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടെന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കണ്ണൂർ തലശ്ശേരിയിൽ വെച്ച് ഈ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പേർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തികൾ ഈ യുവതിയെ സംബന്ധിച്ചേറെ മാനസിക പ്രയാസം ഉണ്ടാക്കിയെന്നൊരു വിവരം തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം യുവാവിനോട് സംസാരിക്കുന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു സദാചാര ഗുണ്ടായി യുവാവ് നേരിടേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം പരാതി നൽകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് യുവാവിനെയും യുവതിയെയും ചോദ്യം ചെയ്ത് സദാചാര ഗുണ്ടായിസം കാണിച്ച 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്.